കാശ്മി രണ്ടുപേരും നമ്മളെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. എന്താ പേര്? ദേവിക. വീട് എവിടെയാ? മൂവാറ്റുപുഴ. അപ്പൊ താങ്കളുടെ പേര് ചോദിച്ചില്ല. ആ ആ ഈ നേഴ്സ് എന്നുള്ള നിലയ്ക്ക് എന്താ പറയാനുള്ള ഈ വിഷയത്തില്? അല്ല, ഈ ലഹരി ഉപയോഗിക്കുന്നത് അക്രമങ്ങളൊക്കെ നഴ്സല്ലേ? ഈ പല കുട്ടികളെയൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടാവില്ലേ, അഡിക്ഷനും ഒക്കെ ഉള്ള. അപ്പൊ എന്താ, ഏത് രീതിയിലാണ് അവരെ സമീപിക്കേണ്ടത് നമ്മള്? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ദേഷ്യപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞിരുത്തി സ്നേഹത്തോടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കാര്യമില്ല. എന്താ പേരെന്താ? ദേവിക. അനീഷ. മൂവാറ്റുപുഴക്കാരാ? മൂവാറ്റുപുഴ തൃശ്ശൂർ. പ്രൈവറ്റ് ബസ് രണ്ടുപേരല്ലോ മൂവാറ്റുപുഴ വഴി തൃശ്ശൂർ. നിങ്ങളൊരു കാര്യം ചെയ്യും, വിട്ടോ, വണ്ടി വിട്ടോ, ഞങ്ങള് പോകുമ്പോ ഓടുന്നു. ഓക്കെ, താങ്ക് യു. സന്തോഷം. അപ്പോ നമ്മളിനി നമ്മുടെ ലഹരി വിരുദ്ധ പരിപാടിയുടെ 2ാം ഘട്ടം തുടരുകയാണ്. ഓക്കെ, എന്താ പേര്? മോളി. സെൽഫി എടുക്കാം. ചേട്ടാ, എന്തെങ്കിലും പറയാമുണ്ടോ? ചേട്ടാ, എങ്ങോട്ടാ യാത്ര? യാത്ര വീട്ടിലേക്കാണ്. എങ്ങോട്ട്? പെരുവനമ്പൂരാണ്. അടുത്താണോ? അരിമ്പൂര് വീട്. പൂരം തുടങ്ങാം. പൊളിക്കണ്ടേ? പൊളിക്കണം. പിന്നെന്താ, പെരുവന നമ്മുടെ സ്വന്തം നല്ലല്ലേ? അതെ, നമ്മുടെ മയക്കുമരുന്നിനെ പറ്റി പറയുകയാണെങ്കിലേ, ഈ ജോലി ഇല്ലാതെ കണ്ടമാനം പിള്ളേരുകള് നടക്കുന്നുണ്ട്. പഠിപ്പ് കഴിഞ്ഞിട്ടാണ് അവര് നടക്കണേ. അവർക്ക് ജോലി കിട്ടാണ്ടാവുമ്പോ അവര് ഈ മയക്കുമരുന്ന് കച്ചവടം, മയക്കുമരുന്ന് ചാടാൻ പറ്റും. അതാണ് ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്നത്. അതന്നെ സംഭവം. അതായത് എങ്ങനെ മയക്കുമരുന്നും കാര്യങ്ങളും അവരതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ മാഷേ, അപ്പൊ അതുകൊണ്ട് അതിന് ഉള്ളൊരു എന്താ പേര്? എങ്ങനെ? എന്റെ പേര് ജോസഫ്. ഓക്കെ, പെരുവനത്ത് വെച്ച് കാണാം. ആൾക്കാർക്ക് സമയം പോവാൻ നമുക്ക് വേറെ ലഹരിയാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു പ്രശ്നമാണ്. കാര്യമുണ്ട്. പെരുവനത്ത് കാര്യമല്ലേ പറയൂ. അപ്പൊ നമ്മുടെ കുട്ടന്മാരെ നമ്മൾ അന്വേഷിക്കുന്നു.